പ്രൈമേറ്റുകളുടെ ഹോമിനിഡ് കുടുംബത്തിലെ ഒരു വ്യത്യസ്ത ഇനമാണ് ഹോമോ സാപ്പിയൻസ്. അതിൽ എല്ലാ വലിയ കുരങ്ങുകളും ഉൾപ്പെടുന്നു. പരിണാമ ചരിത്രത്തിൽ മനുഷ്യർ ക്രമേണ ബൈപെഡലിസം, വൈദഗ്ധ്യം, സങ്കീർണമായ ഭാഷ തുടങ്ങിയ സ്വഭാവവിശേഷങ്ങൾ വികസിപ്പിച്ചെടുത്തു. ആധുനിക മനുഷ്യർ പുരാതന മനുഷ്യരുമായി ഇടപഴകി. അവരുടെ പരിണാമം രേഖീയമല്ല, വെബ് പോലുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഭൗതികവും പരിണാമപരവുമായ നരവംശശാസ്ത്രം, പാലിയൻറ്റോളജി, ജനിതകശാസ്ത്രം എന്നിവയുൾപ്പെടെ നിരവധി ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ആന്ത്രോപോജനി, ആന്ത്രോപോജനിസ്, ആന്ത്രോപോഗണി എന്നീ പദങ്ങളിലും ഈ മേഖല അറിയപ്പെടുന്നു. രണ്ടാമത്തേത് ചിലപ്പോൾ ഹോമിനൈസേഷന്റെ അനുബന്ധ വിഷയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഏകദേശം 85 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അവസാന ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ പ്രൈമേറ്റുകൾ മറ്റ് സസ്തനികളിൽ നിന്ന് വേർപിരിഞ്ഞു. 55 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, പാലിയോസീൻ കാലഘട്ടത്തിൽ അവയുടെ ആദ്യകാല ഫോസിലുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രൈമേറ്റുകൾ തുടർച്ചയായി ക്ലേഡുകൾ ഉൽപ്പാദിപ്പിച്ചു. ഇത് ആപസൂപ്പർ ഫാമിലിയിലേക്ക് നയിച്ചു. ഇത് ഹോമിനിഡും ഗിബ്ബൺ കുടുംബങ്ങളും ഉത്ഭവിച്ചു. ഇവ ഏകദേശം 15 മുതൽ 20 വരെ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വ്യതിചലിച്ചു. ആഫ്രിക്കൻ, ഏഷ്യൻ ഹോമിനിഡുകൾ, ഒറാങ്ങ് ഉട്ടാനുകൾ ഉൾപ്പെടെ ഏകദേശം 14 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വ്യതിചലിച്ചു. ഹോമിനിനുകൾ, ഓസ്ട്രലോപിത്തേസിൻ, പാനെന്ന ഉപഗോത്രങ്ങൾ ഉൾപ്പെടെ 8 മുതൽ 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗൊറില്ലിനി ഗോത്രത്തിൽ നിന്ന് വേർപിരിഞ്ഞു. ഓസ്ട്രലോപിത്തേസിൻ, മനുഷ്യരുടെ വംശനാശം സംഭവിച്ച ബൈപെഡ് പൂർവികർ ഉൾപ്പെടെ 4 മുതൽ 7 വരെ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാൻ ജെനിസിൽ നിന്ന് ചിമ്പാൻസികളും ബോൺബോസും അടങ്ങിയത് വേർപിരിഞ്ഞു. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എച്ച്. ഹാബിലിസ് പ്രത്യക്ഷപ്പെട്ടത് ഹോമോ ജെനസിൽ പെട്ടതാണെന്ന് തെളിയിക്കുന്നു. അതേസമയം ശരീരഘടനാപരമായി ആധുനിക മനുഷ്യർ ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഉയർന്നുവന്നു. പ്രൈമേറ്റുകളുടെ പരിണാമ ചരിത്രം 65 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്നിരുന്നാലും ഫോസിൽ തെളിവുകളുടെ ദൗർലഭ്യം കാരണം പ്രൈമേറ്റുകളുടെ ഉത്ഭവത്തിന്റെയും ആദ്യകാല പരിണാമത്തിന്റെയും വിശദാംശങ്ങൾ ഇപ്പോഴും വലിയ അളവിൽ അജ്ഞാതമാണ്. അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന പ്രൈമേറ്റ് പോലുള്ള സസ്തനി ഇനങ്ങളിലൊന്നായ പ്ലെസിയാഡാബസ് വടക്കേ അമേരിക്കയിൽ നിന്നാണ് വന്നത്. മറ്റൊന്ന് ആർക്കിസ്പസ് ചൈനയിൽ നിന്നാണ് വന്നത്. വടക്കൻ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ആൾട്ടിയാറ്റ്ലാസിയസ്, അൽജിബിത്തേക്കസ് എന്നിവയാണ് മറ്റ് ആദ്യകാല പ്രൈമേറ്റുകളിൽ ഉൾപ്പെടുന്നത്. പാലിയോസീൻ, ഇയോസീൻ കാലഘട്ടങ്ങളിലെ ഉഷ്ണമേഖലാ സാഹചര്യങ്ങളിൽ യൂറേഷ്യയിലും ആഫ്രിക്കയിലും സമാനമായ മറ്റ് ബേസൽ പ്രൈമേറ്റുകൾ വ്യാപകമായിരുന്നു. നോട്ടാർട്ടസ് ടെനബ്രോസസ്, അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, ന്യൂയോർക്ക്. ആദ്യകാല പ്രൈമേറ്റുകൾ ആദ്യം യൂറേഷ്യയിലാണ് വളർന്നതെന്നും ബ്രയോബിത്തേക്കസ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ കുരങ്ങുകളിലേക്കും മനുഷ്യരിലേക്കും നയിക്കുന്ന ഒരു വംശം യൂറോപ്പിൽ നിന്നോ പശ്ചിമേഷ്യയിൽ നിന്നോ ആഫ്രിക്കയിലേക്ക് കുടിയേറി എന്നും ഡേവിഡ് ആർ. വിഗൻ സിദ്ധാന്തിച്ചു. എന്നിരുന്നാലും ആൾട്ടിയാറ്റ്ലാസിയസ് പോലുള്ള പ്രൈമേറ്റുകളുടെ മുൻകാല പൂർവികർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ബ്രയോബിത്തേക്കസിനേക്കാൾ വളരെ മുമ്പുതന്നെ ജീവിച്ചിരുന്നതായി അറിയപ്പെടുന്നു. മഡഗാസ്കറിലെ ലെമറുകൾ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ ലോറൈസുകൾ, ആഫ്രിക്കയിലെ ഗാൽബോസ് അല്ലെങ്കിൽ ബുഷ് ബേബികൾ, ആന്ത്രോപോയിഡുകൾ, പ്ലാഗറൈനുകൾ അല്ലെങ്കിൽ ന്യൂ വേൾഡ് കുരങ്ങുകൾ, കാറ്ററൈനുകൾ അല്ലെങ്കിൽ ഓൾഡ് വേൾഡ് കുരങ്ങുകൾ, മനുഷ്യരും മറ്റ് ഹോമിനിഡുകളും ഉൾപ്പെടെയുള്ള വലിയ കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിലവിലുള്ള എല്ലാ പ്രൈമേറ്റ് സ്പീഷീസുകൾക്കും ജന്മം നൽകിയ പ്രൈമേറ്റുകളുടെ അതിജീവന ഉഷ്ണമേഖലാ ജനസംഖ്യ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കെനിയയിലെ വടക്കൻ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലെ എറഗലൈറ്റിലെ ഏറ്റവും ഉയർന്ന ഒളിഗോസീനിൽ നിന്നുള്ള കമോയാബിത്തേക്കസ് ആണ് അറിയപ്പെടുന്ന ആദ്യകാല കാറ്ററൈൻ. 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫായത്തിലെ ഈജിപ്റ്റോബിത്തേക്കസ്, പ്രോപ്പിയോബിത്തേക്കസ്, പാരബിത്തേക്കസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഇനങ്ങളാണ് ഇതിന്റെ വംശപരമ്പരയെന്ന് കരുതപ്പെടുന്നു. 2010-ൽ ക്രൗൺ കാത്രൈനുകളുടെ അവസാന പൊതുപൂർവികന്റെ അടുത്ത ബന്ധുവായി സാഡാനിയസിനെ വിശേഷിപ്പിക്കുകയും താൽക്കാലികമായി 29 മുതൽ 28 വരെ മ്യാ കാലഘട്ടത്തിൽ കാലഹരണപ്പെടുകയും ചെയ്തു. ഇത് ഫോസിൽ രേഖയിലെ 11 ദശലക്ഷം വർഷത്തെ വിടവ് നികത്താൻ സഹായിച്ചു. പുനർനിർമ്മിച്ച വാലില്ലാത്ത പ്രോകോൺസൽ അസ്ഥികൂടം. ആദ്യകാല മയോസീനിൽ ഏകദേശം 22 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള പലതരം അർബോറിയലി അനുയോജ്യമായ മരങ്ങളിൽ വസിക്കുന്ന പ്രാകൃത കാത്രൈനുകൾ മുൻകാല വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു നീണ്ട ചരിത്രത്തെ സൂചിപ്പിക്കുന്നു. 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫോസിലുകളിൽ പഴയ ലോകത്തിലെ ആദ്യകാല കുരങ്ങായ വിക്ടോറിയോബിത്തേക്കസിൻ്റേതാണെന്ന് പറയപ്പെടുന്ന ശകലങ്ങൾ ഉൾപ്പെടുന്നു.
13 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന കുരങ്ങൻ വംശത്തിൽ പെട്ടതായി കരുതപ്പെടുന്ന ജനുസ്സുകളിൽ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള പ്രോകോൺസ്, രംഗ്വാപിത്തേക്കസ്, ഡൻഡ്രോപിത്തേക്കസ്, ലിംനോപിത്തേക്കസ്, നച്ചോളപിത്തേക്കസ്, ഇക്വറ്റോറിയസ്, നിയാൻസാപിത്തേക്കസ്, അഫ്രോപിത്തേക്കസ്, ഹീലിയോപിതേക്കസ്, കെനിയാപിതേക്കസ് എന്നിവ ഉൾപ്പെടുന്നു. നമീബിയയിലെ ഗുഹാ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഒട്ടാവിപിത്തേക്കസ്, ഫ്രാൻസ്, സ്പെയിൻ, ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പിയറോലാപിത്തേക്കസ്, ഡ്രയോപിത്തേക്കസ് തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള മധ്യ മയോസീനിലെ മറ്റ് സാമാന്യവൽക്കരിച്ച നോൺ സെർഗോപിത്തേക്കസുകളുടെ സാന്നിധ്യം ആദ്യകാല മധ്യ മയോസീനിലെ താരതമ്യേന ചൂടുള്ളതും തുല്യവുമായ കാലാവസ്ഥാ വ്യവസ്ഥകളിൽ ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ തടത്തിലും വൈവിധ്യമാർന്ന രൂപങ്ങളുടെ തെളിവാണ്. മയോസീൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹോമിനോയിഡായ ഓറിയോപിത്തേക്കസ് ഇറ്റലിയിലെ കൽക്കരിപ്പാടങ്ങളിൽ നിന്നുള്ളതാണ്. 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കം ചെന്നതാണ്. ഹോമിനോയിഡ് സൂപ്പർ ഫാമിലിയിൽ ഹോമിനോയിഡുകൾ ഇവ ഉൾപ്പെടുന്നു: ചെറിയ കുരങ്ങുകൾ, ഗിബ്നുകൾ ഉൾപ്പെടെ വലിയ കുരങ്ങുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ലകൾ, മനുഷ്യർ. 18 മുതൽ 12 വരെ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗിബ്ബണുകളുടെ വംശം വലിയ കുരങ്ങുകളുടെ വംശത്തിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും ഏകദേശം 12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് വലിയ കുരങ്ങുകളിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും തന്മാത്രാ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഗിബ്ബണുകളുടെ വംശാവലി വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഫോസിലുകളൊന്നുമില്ല. അവ ഇതുവരെ അറിയപ്പെടാത്ത തെക്കുകിഴക്കൻ ഏഷ്യൻ ഹോമിനോയിഡ് ജനസംഖ്യയിൽ നിന്ന് ഉത്ഭവിച്ചതാകാം. പക്ഷേ ഫോസിൽ പ്രോട്ടോ ഒറാങ്ങുടാനുകളെ ഇന്ത്യയിൽ നിന്നുള്ള ശിവാപിത്തേക്കസും തുർക്കിയിൽ നിന്നുള്ള ഗ്രിഫോപിത്തേക്കസും പ്രതിനിധീകരിക്കുന്നു. ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾ പഴക്കം ചെന്നത് ഹോമിനിഡെ ഉപകുടുംബം ഹോമിനിനെ, ആഫ്രിക്കൻ ഹോമിനിഡുകൾ ഏകദേശം 14 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പോങ്കിനയിൽ ഒറാങ്ങു ഉട്ടാനുകൾ നിന്ന് വേർപിരിഞ്ഞു. ഹോമിനിനുകൾ മനുഷ്യരും ഓസ്ട്രലോപിത്തേസിനും പാനിന ഉപഗോത്രങ്ങളും ഉൾപ്പെടെ 8 മുതൽ 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗൊറില്ലിനി ഗോത്രത്തിൽ ഗൊറില്ലകൾ നിന്ന് വേർപിരിഞ്ഞു. ഓസ്ട്രലോപിത്തേസിൻ മനുഷ്യരുടെ വംശനാശം സംഭവിച്ച ബൈബഡ് പൂർവികർ ഉൾപ്പെടെ 4 മുതൽ 7 വരെ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാൻജനുസിൽ നിന്ന് ചിമ്പാൻസികളും ബോണബോസും അടങ്ങിയത് വേർപിരിഞ്ഞു. 2 ദശലക്ഷത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് എച്ച് ഹാബിലിസിന്റെ ആവിർഭാവം ഹോമോ ജനുസ് തെളിയിക്കുന്നു. അതേസമയം ശരീരഘടനാപരമായി ആധുനിക മനുഷ്യർ ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഉയർന്നുവന്നു. ഓസ്ട്രലോപിത്തേക്കസ് എന്ന ജനുസ് ഏകദേശം 4 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ആഫ്രിക്കയിൽ പരിണമിച്ചു. തുടർന്ന് ഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുകയും ഒടുവിൽ 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഓസ്ട്രലോപിത്തേക്കസ് അനാമെൻസിസ് എ, അഫാരൻസിസ് എ, സെഡിബ എ, ആഫ്രിക്കാനസ് എന്നിവയുൾപ്പെടെ വിവിധ രൂപത്തിലുള്ള ഓസ്ട്രലോപിത്തുകൾ നിലനിന്നിരുന്നു. പി റോബസ്റ്റസ്, പി ബോയേസി തുടങ്ങിയ ഈ കാലത്തെ ചില ആഫ്രിക്കൻ ഹോമിനിഡ് സ്പീഷീസുകൾ ഒരേ ജനുസിൽ പെട്ടതാണോ എന്ന് അക്കാദമിക് വിദഗ്ധർക്കിടയിൽ ഇപ്പോഴും ചില തർക്കങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയെ ശക്തമായ ഓസ്ട്രലോപിത്തുകൾ ആയി കണക്കാക്കും, മറ്റുള്ളവയെ ഗ്രാസൈൽ ഓസ്ട്രലോപിത്തുകൾ ആയി കണക്കാക്കും. എന്നിരുന്നാലും ഈ സ്പീഷീസുകൾ യഥാർത്ഥത്തിൽ സ്വന്തം ജനുസിൽ പെട്ടതാണെങ്കിൽ അവയ്ക്ക് സ്വന്തം പേര് പാരാൻഡ്രോപ്പസ് നൽകാം. ഓസ്ട്രലോപിതെക്കസ് 4 മുതൽ 1.8 വരെ മാ എ, അനാമെൻസിസ് എ, അഫറൻസിസ് എ, ആഫ്രിക്കാനസ് എ, ബഹ്റൽഗസാലി എ, ഗാർഹി എ, സെഡിബ എന്നിവയോടൊപ്പം കെ പാരാൻഡ്രോപ്സ് 3 മുതൽ 1.2 വരെ മാ പി, എത്തിയോപിക്കസ് പി, ബോയിസി പി, റോബസ്റ്റസ് എന്നീ ഇനങ്ങളുമുണ്ട്. എ അഫറൻസസിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായി കണ്ടെത്തിയതായി അവകാശപ്പെടുന്ന ഒരു പുതിയ നിർദ്ദിഷ്ട സ്പീഷീസ് ഓസ്ട്രലോപിതെക്കസ് ഡെയിറെമീഡ. എ ഡെയിറെമീഡ ഒരു പുതിയ സ്പീഷീസാണോ അതോ എ അഫറൻസസ് ആണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ലിറ്റിൽ ഫോർട്ട് എന്നും അറിയപ്പെടുന്ന ഓസ്ട്രലോപിത്തേക്കസ് പ്രോമിത്യൂസിന് 3.67 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് ഒരു പുതിയ ഡേറ്റിംഗ് സാങ്കേതികതയിലൂടെ അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഓസ്ട്രലോപിത്തേക്കസ് ജനുസിനെ അഫാരൻസിസ് പോലെ പഴക്കമുള്ളതാക്കുന്നു. ലിറ്റിൽ ഫോർട്ടിൽ കാണപ്പെടുന്ന എതിർ പെരുവിരൽ കണക്കിലെടുക്കുമ്പോൾ ആ മാതൃക നല്ലൊരു കയറ്റക്കാരനായിരുന്നുവെന്ന് തോന്നുന്നു. ഈ പ്രദേശത്തെ രാത്രികാല വേട്ടക്കാരെ കണക്കിലെടുക്കുമ്പോൾ ചിമ്പാൻസികൾക്കും ഗൊറില്ലകൾക്കും സമാനമായ രീതിയിൽ രാത്രിയിൽ മരങ്ങളിൽ കൂടുണ്ടാക്കാൻ അദ്ദേഹം ഒരു വേദി നിർമ്മിച്ചുവെന്ന് കരുതപ്പെടുന്നു. ഹോമോ ജനുസിലെ ഏറ്റവും പുരാതനമായ പ്രതിനിധി ലെഡി താടിയെല്ലാണ്.
ഇത് 2.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കം ചെന്നതാണ്. കൂടാതെ ശിലായുധങ്ങൾ ഉപയോഗിച്ചതിന് നല്ല തെളിവുകൾ ഉള്ള ആദ്യകാല ഇനങ്ങളിൽ ഒന്നാണിത്. ഈ ആദ്യകാല ഹോമിനിനുകളുടെ തലച്ചോറ് ഒരു ചിമ്പാൻസിയുടെ അതേ വലുപ്പത്തിലായിരുന്നു. എന്നിരുന്നാലും മനുഷ്യന്റെ SRGAP2 ജീൻ ഇരട്ടിയായി ഫ്രണ്ടൽ കോർട്ടക്സിന്റെ കൂടുതൽ വേഗത്തിലുള്ള വയറിംഗ് ഉൽപ്പാദിപ്പിച്ച സമയമാണിതെന്ന് അഭിപ്രായമുണ്ട്. അടുത്ത ദശലക്ഷം വർഷങ്ങളിൽ ദ്രുതഗതിയിലുള്ള എൻസെഫലൈസേഷൻ പ്രക്രിയ നടന്നു. ഫോസിൽ റെക്കോർഡിൽ ഹോമോ ഇറക്ടസും ഹോമോ എർഗാസ്റ്ററും വന്നതോടെ തലയോട്ടിയിലെ ശേഷി 850 ഇരട്ടിയായി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വലിപ്പത്തിലുള്ള അത്തരമൊരു വർധനവ് ഓരോ തലമുറയും അവരുടെ മാതാപിതാക്കളേക്കാൾ 1,25,000 കൂടുതൽ ന്യൂറോണുകൾ ഉള്ളതിന് തുല്യമാണ്. തീയും സങ്കീർണമായ ഉപകരണങ്ങളും ആദ്യമായി ഉപയോഗിച്ചത് എറക്ടസും എർഗാസ്റ്ററും ആണെന്നും ആഫ്രിക്കയിൽ നിന്ന് പുറത്തുപോയ ഹോമിനിൻ പരമ്പരയിലെ ആദ്യ വ്യക്തികളാണെന്നും 1.3 മുതൽ 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. സമീപകാല ആഫ്രിക്കൻ ഉത്ഭവ സിദ്ധാന്തമനുസരിച്ച് ആധുനിക മനുഷ്യർ ആഫ്രിക്കയിൽ പരിണമിച്ചു. ഒരുപക്ഷെ ഹൈഡൽബെർജെൻസിസ്, റോഡസിയൻസിസ് അല്ലെങ്കിൽ മുൻഗാമികളിൽ നിന്ന് ഏകദേശം 50,000 മുതൽ 100,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂഖണ്ഡത്തിന് പുറത്തേക്ക് കുടിയേറി. ക്രമേണ എറക്ടസ്, ഡെനിസോവ ഹോമിനിനുകൾ, ഫ്ലോറസിയൻസിസ്, ലുസോനെൻസിസ്, നിയാൻഡർത്തലൻസിസ് എന്നിവയുടെ പ്രാദേശിക ജനസംഖ്യയെ മാറ്റിസ്ഥാപിച്ചു. അവരുടെ പൂർവികർ നേരത്തെ കുടിയേറ്റങ്ങളിൽ ആഫ്രിക്ക വിട്ടിരുന്നു. ശരീരഘടനാപരമായി ആധുനിക മനുഷ്യരുടെ മുന്നോടിയായി കണക്കാക്കപ്പെട്ടിരുന്ന പുരാതന ഹോമോ സാപ്പിയൻസ് 4,00,000-നും 2,50,000-നും ഇടയിൽ മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ പരിണമിച്ചു. സമീപകാല DNA തെളിവുകൾ സൂചിപ്പിക്കുന്നത് നിയാൻഡർത്തൽ ഉത്ഭവത്തിന്റെ നിരവധി ഹാപ്ലോടൈപ്പുകൾ എല്ലാ ആഫ്രിക്കൻ ഇതര ജനവിഭാഗങ്ങളിലുമുണ്ടെന്നാണ്. കൂടാതെ നിയാൻഡർത്തലുകളും ഡെനിസോവൻസ് പോലുള്ള മറ്റ് ഹോമിനിനുകളും ഇന്നത്തെ മനുഷ്യർക്ക് അവരുടെ ജീനോമിന് 6% വരെ സംഭാവന ചെയ്തിരിക്കാം. ഇത് ഈ ജീവിവർഗങ്ങൾക്കിടയിൽ പരിമിതമായ ഇടപ്രജനനത്തെ സൂചിപ്പിക്കുന്നു. ചില നരവംശശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പ്രതീകാത്മക സംസ്കാരം, ഭാഷ, പ്രത്യേക ശിലാ സാങ്കേതികവിദ്യ എന്നിവയുടെ വികാസത്തോടെ പെരുമാറ്റ ആധുനികതയിലേക്കുള്ള മാറ്റം ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പർ പാലിയോലിത്തിക്കിന്റെ ആരംഭം സംഭവിച്ചു. എന്നിരുന്നാലും മറ്റുള്ളവർ മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ കൂടുതൽ സമയത്തിനുള്ളിൽ ക്രമേണയുള്ള മാറ്റത്തിന്റെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഹോമോ സാപ്പിയൻസ് അതിന്റെ ജനുസിലെ നിലവിലുള്ള ഒരേയൊരു സ്പീഷീസാണ്. ഹോമോ ചില വംശനാശം സംഭവിച്ച ഹോമോ സ്പീഷീസുകൾ ഹോമോ സാപ്പിയനുകളുടെ പൂർവികരായിരിക്കാമെങ്കിലും പലതും, ഒരുപക്ഷെ മിക്കതും, പൂർവിക ഹോമിനിൻ പരമ്പരയിൽ നിന്ന് അകന്നുനിന്ന് കസിൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ ഏതിനെ പ്രത്യേക സ്പീഷീസായി കണക്കാക്കണമെന്നും ഏതിനെ ഉപജാതിയായി കണക്കാക്കണമെന്നും ഇതുവരെ സമവായമില്ല. ഫോസിലുകളുടെ അഭാവമോ ഹോമോ ജനുസിലെ സ്പീഷീസുകളെ തരംതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചെറിയ വ്യത്യാസങ്ങളോ ഇതിന് കാരണമാകാം. സഹാറ പമ്പ് സിദ്ധാന്തം ഇടയ്ക്കിടെ സാധ്യമാകുന്ന നനഞ്ഞ സഹാറ മരുഭൂമിയെ വിവരിക്കുന്നത് ഹോമോ ജനുസിലെ ഇടയ്ക്കിടെയുള്ള കുടിയേറ്റത്തിനും സ്പെഷ്യലൈസേഷനും ഒരു സാധ്യമായ വിശദീകരണം നൽകുന്നു. പുരാവസ്തു പാലിയന്റോളജിക്കൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഹോമോ സ്പീഷീസുകളുടെ പുരാതന ഭക്ഷണരീതികൾ ഒരു പരിധിവരെ അനുമാനിക്കാനും ഹോമോയിലെ ശാരീരികവും പെരുമാറ്റപരവുമായ പരിണാമത്തിൽ ഭക്ഷണത്തിന്റെ പങ്ക് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ചില നരവംശശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും ടോബ ദുരന്ത സിദ്ധാന്തത്തെ പിന്തുണക്കുന്നു. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ തോബ തടാകത്തിന്റെ അമിത സ്ഫോടനം ആഗോള പട്ടിണിക്ക് കാരണമായി. ഭൂരിഭാഗം മനുഷ്യരെയും കൊന്നൊടുക്കുകയും ഇന്നത്തെ എല്ലാ മനുഷ്യരുടെയും ജനിതക പാരമ്പര്യത്തെ ബാധിക്കുന്ന ഒരു ജനസംഖ്യാ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് വാദിക്കുന്നു. എന്നിരുന്നാലും ഇതിനുള്ള ജനിതക പുരാവസ്തു തെളിവുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. 2023 ഒരു ജനിതക പഠനം സൂചിപ്പിക്കുന്നത് 1000-നും 1,00,000-നും ഇടയിൽ അതിജീവിച്ചവരുടെ സമാനമായ ഒരു മനുഷ്യ ജനസംഖ്യാ തടസ്സം ഏകദേശം 9,30,000-നും 8,13,000-നും ഇടയിൽ സംഭവിച്ചു. ഏകദേശം 1,17,000 വർഷങ്ങൾക്ക് മുമ്പ് നീണ്ടുനിന്നുവെന്നും മനുഷ്യ പൂർവികരെ വംശനാശത്തിലേക്ക് അടുപ്പിച്ചുവെന്നുമാണ്.